അല്ലെങ്കിലും 10, 40, 50 കൊല്ലം ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും തുഹഫയൊക്കെ ദർസ് നടത്തുന്ന ആലിമീങ്ങളെയാണ് ചായക്കടയിൽ ഇരുന്നിട്ട് തജ്വീദിന്റെ ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ അറിയാത്ത ആൾക്കാർ വർത്താനം പറയണത്. ഇവരും അവരും തമ്മിൽ എന്താ ബന്ധം? ആലിമീങ്ങളെ പവർ എന്താ? സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അമ്പിയാക്കളുടെ മജ്ലിസിൽ നിങ്ങൾക്ക് ഇരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആലിമീങ്ങളുള്ള മജ്ലിസിൽ നിങ്ങൾ ഇരുന്നോളി. ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അള്ളാഹു ചോദിക്കും, എവിടത്തേക്ക് പോണത്? സ്വർഗത്തിലേക്കോ? അങ്ങനെ ഇത്ര പെട്ടെന്ന് പോന്നെ? ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോയാ പോരെ? അല്ലെങ്കിൽ നമ്മളെ നാട്ടിലും ഇൽമിന്റെ അഹ്ലുകാർക്ക് തന്നെയല്ലേ വില? ഉദാഹരണത്തിന് ഇവിടെ ഒരു BEd കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ തൂത്തുവാരുന്ന, അടിച്ചുവാരുന്ന സ്വീപ്പറായ ഒരു പെണ്ണുങ്ങളോ ഒരാണുങ്ങളോ ഉണ്ട്. അയാൾ 2010 ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ 2013. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് മുമ്പർക്ക് ശമ്പളം 5000. ഇപ്പൊ 10 കൊല്ലമായി, 2023 കഴിഞ്ഞു. ഇപ്പൊ എത്ര അയാളുടെ സാലറി? 10,000. 500, 200 ഒക്കെ കൂടി 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 സർവീസ് ചാർജ് അടങ്ങി ഇപ്പൊ 10,000. സ്റ്റാർട്ടിങ്ങിൽ എത്ര? 5000. ഇപ്പൊ എത്ര? 10,000. അപ്പോഴാണ് ഇവിടത്തേക്ക് ഒരു ഡിഗ്രി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കാണുന്നു, പരസ്യം. അപ്പൊ ഒരാൾ വന്നു. അയാൾ ഡിഗ്രി ഇംഗ്ലീഷ്, ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷ് ഡിഗ്രി പൂർത്തിയാക്കിയ, PG പൂർത്തിയാക്കിയ, BEd കഴിഞ്ഞ, സെറ്റും നെറ്റൊക്കെ കഴിഞ്ഞ ഒരാളാണ്. അയാൾ വന്ന് ഇന്റർവ്യൂ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ അയാളെ സെലക്ട് ചെയ്തു. അയാളെ സാലറി എത്ര? സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നത് 50,000. എത്ര? 50,000. ഇയാളെക്കാൾ പ്രായമുള്ള മറ്റേയാൾ 10 കൊല്ലം ഇവിടെ ജോലിയുണ്ട്. എത്ര സാലറി? 10,000. ഇയാൾക്കോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി 50,000. എന്താ കാരണം? വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. നോളജ് ഈസ് പവർ. വിവരമാണ് പ്രധാനം. ഇംഗ്ലീഷ് അറിയുന്ന ആകാൻ ഇത്ര സ്ഥാനം ഉണ്ടെങ്കിൽ, ബിഫാമും BDSും ഫാംഡിയും പഠിച്ചാൽ ഇത്രയും പവർ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെയും അമ്പിയാക്കളെ ഔലിയാക്കളെയും പഠിച്ച ആലിമീങ്ങളെ തൽച്ചോറിന്റെ വില എത്രയായിരിക്കും? ഒരു ബിഫാം പഠിച്ചാൽ ആകപ്പാടെ പഠിക്കേണ്ടത് ഈ മരുന്നുകളെ കുറിച്ചാണ്, അല്ലെ? എന്നാൽ ഒരു ആലിമാകുമ്പോ എന്തൊക്കെ പഠിക്കണം? ഒരു MBBS ആയാലും വന്നിട്ട് വാട്ട് ഈസ് ദ ജൂരിസ്പ്രുഡൻസ് റൂൾസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ, അവയവദാനത്തിന്റെ മസൽ എന്തെന്ന് വെച്ചാൽ മൂപ്പര് പറയണം. ഒരു MBA കാരൻ വന്നിട്ട് ഈസ് എ ബിറ്റർ കോയിൻ അലൗഡ് ഇൻ ഇസ്ലാം, ബിറ്റർ കോയിൻ ഇസ്ലാമിൽ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ജനറൽ ന്യൂട്രാലിറ്റി കാലത്തും LGBT കാലത്തും എല്ലാ മസലകളും പറയാൻ ആലിമീങ്ങളുടെ തല അത്രയും റെഡിയായിരിക്കും. ആലിമീങ്ങളെ വില എത്ര? ഒരൊറ്റ ആലിമിനെയും നമ്മൾ വേദനിപ്പിക്കാൻ പോകരുത്.